ഇടക്കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അറിയാലേ നമ്മൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മളിടയ്ക്ക് സിനിമ നടനാണെന്നുള്ള സാധനം മനസ്സിൽ നിന്ന് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ആക്ടറാണ്, ഞാൻ അഭിനയിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ണിൽ കണ്ട എല്ലാ സിനിമകളും ഇരുന്ന് കാണാൻ തുടങ്ങി. ഞാനും സിനിമയുടെ ഒരു ഭാഗമാണ് എന്നുള്ള രീതിയിൽ. അപ്പോഴൊക്കെ ഞാൻ അഭിനയിച്ച സിനിമകളെല്ലാം എടുത്ത് കാണാൻ തുടങ്ങി. ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ഞാനാണ് എന്ന് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പല സിനിമകളും കണ്ട് ഞാൻ തന്നെ തിരിച്ചു എന്തൊക്കെ കാട്ടിക്കൂട്ടിയിക്കണേ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ സത്യത്തിന് നിരക്കാത്ത ഒരു കാര്യം ചെയ്യാത്ത ഒരാളാണ്, നമ്മൾ അതിൽ വിശ്വസിച്ച് പോകുന്ന ഒരാളാണ്. അതാണ് നമ്മുടെ വിശ്വാസം. പിന്നെ നമ്മുടെ സമയദോഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ചിലതൊക്കെ വന്ന നിലയിൽ നമ്മൾ ഫേസ് ചെയ്യുക, തരണം ചെയ്യാൻ ശ്രമിക്കുക, ഇതൊക്കെ അല്ലാണ്ട് എന്താ ചെയ്യുക. മുണ്ട് പറിക്കുക എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് കിട്ടിയത് നമ്മളായിട്ടുണ്ടാക്കിയത് ഇങ്ങനൊരു സാധനം. അത് കിട്ടി, ആ സാധനം ലാലേട്ടൻ്റെ അപ്പയുണ്ട്, ഫാദർ. അപ്പോൾ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് എനിക്കത്. ശരിക്കും നമ്മളൊക്കെ ശരിക്കും ഭ്രാന്തന്മാരല്ലേ ഇത്. കാരണം ഒരു ആക്ഷനും കട്ടിൻ്റെ ഇടയിൽ ഭ്രാന്ത അല്ലേ. ഒരാൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. ചിലപ്പോൾ കരയും, ചിലപ്പോൾ ചിരിപ്പിക്കും, ചിലപ്പോൾ പലതരം ഇമോഷണലൂടെയല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മായാമോഹിനി കണ്ടപ്പോൾ എൻ്റെ ദൈവമേ എന്തൊക്കെയാ. കാരണം ഈ സ്വിമ്മിങ് സൂട്ടിൽ വരെയൊക്കെ പോകുന്ന എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയേക്കണേ എന്നൊക്കെ അങ്ങനെയൊക്കെ. പ്രേക്ഷകനെ സംബന്ധിച്ച് കാണാൻ ഒരുപാട് സിനിമകളുണ്ട്, കോമഡിയാണുള്ളതാണ്. എനിക്ക് അറിയേണ്ട ദിലീപ് ഏട്ടൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കാണുന്ന സിനിമകൾ എത്തരത്തിലുള്ള സിനിമകളാണ്? ഞാൻ എല്ലാ തരത്തിലുള്ള സിനിമ കാണും. ഞാൻ കോമഡി ഫിലിംസ് വന്ന ഉടനെ അത് നോക്കും, ത്രില്ലർ നോക്കും, ആക്ഷൻ നോക്കും, ഫാമിലി ഡ്രാമ എന്നൊക്കെ പറയുക വെച്ചാൽ ജസ്റ്റ് ഓക്കെ എന്നൊക്കെ ഉള്ള രീതിയിൽ എൻ്റർടൈൻ ചെയ്യുന്ന സിനിമകളിലൊക്കെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധ വരുന്നത്. റിവെഞ്ച് സ്റ്റോറീസ് അതൊക്കെ ശ്രദ്ധിക്കുന്നത്. ദിലീപേട്ടൻ്റെ തന്നെ സിനിമകൾ അതെനിക്കറിയില്ല, അത് എത്രമാത്രം നമ്മളൊക്കെ ചെയ്തു വെച്ചൊരു സിനിമ നമ്മൾ പിന്നീട് കണ്ട് ആസ്വദിക്കുക എന്ന് പറയുന്നത്, അത് അങ്ങനെ കാണാറുണ്ടോ ദിലീപേട്ടൻ? ഇടക്കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അറിയാലേ നമ്മൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മളിടയ്ക്ക് സിനിമ നടനാണെന്നുള്ള സാധനം മനസ്സിൽ നിന്ന് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ആക്ടറാണ്, ഞാൻ അഭിനയിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ണിൽ കണ്ട എല്ലാ സിനിമകളും ഇരുന്ന് കാണാൻ തുടങ്ങി. ഞാനും സിനിമയുടെ ഒരു ഭാഗമാണ് എന്നുള്ള രീതിയിൽ. അപ്പോഴൊക്കെ ഞാൻ അഭിനയിച്ച സിനിമകളെല്ലാം എടുത്ത് കാണാൻ തുടങ്ങി. ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ഞാനാണ് എന്ന് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പല സിനിമകളും കണ്ട് ഞാൻ തന്നെ തിരിച്ചു എന്തൊക്കെ കാട്ടിക്കൂട്ടിയിക്കണേ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് ചുക്കാൻ പിടിച്ചിട്ട് എൻ്റെ ആർട്ടിസ്റ്റുകളും ശരിക്കും നമ്മളൊക്കെ ശരിക്കും ഭ്രാന്തന്മാരല്ലേ ഇത്. കാരണം ഒരു ആക്ഷനും കട്ടിൻ്റെ ഇടയിൽ ഭ്രാന്ത അല്ലേ. ഒരാൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. ചിലപ്പോൾ കരയും, ചിലപ്പോൾ ചിരിപ്പിക്കും, ചിലപ്പോൾ പലതരം ഇമോഷണലൂടെയല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ നോർമലായി ഇരിക്കും, എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരോട് വളരെ സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കണമെങ്കിൽ അല്ലേ. മൊത്തം വേറൊരു ലോകത്താണ് നമ്മൾ. അതിലൊക്കെ ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ ചിരി വരും. ചപ്പ ഒരുപാട് സിനിമകൾ നമ്മളിങ്ങനെ കാണുകയൊക്കെ ചെയ്ത സിനിമകളും ഒക്കെ. അങ്ങനെ ആ റീവാച്ചിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയ സിനിമ ഏതായിരിക്കും? അല്ലെങ്കിൽ അല്ല, ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് കുറേ സിനിമകൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ 2 കൺട്രീസ്, കിങ് ലെയർ, ലാസ്റ്റുള്ള പടങ്ങളൊക്കെ കണ്ടു. തിളക്കം, പഞ്ചാബി ഹൗസ്, കല്യാണരാമൻ, മായാമോഹിനി കണ്ടപ്പോൾ എൻ്റെ ദൈവമേ എന്തൊക്കെയാ. കാരണം ഈ സ്വിമ്മിങ് സൂട്ടിൽ വരെയൊക്കെ പോകുന്ന എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയേക്കണേ എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു ടീമുണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ സിനിമകളൊക്കെ ഇപ്പോൾ പാണ്ടിപ്പടാന്നോ ഈ തിളക്കം എന്നൊക്കെ പറയുമ്പോൾ ഓരോ സീൻസ് മനസ്സിലേക്ക് വരും. അപ്പം ദിലീപേട്ടനെ സംബന്ധിച്ച് ഒരുപാട് സിനിമകൾ, അഭിനയ സിനിമകൾ, അങ്ങനെ തിരിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ മനസ്സിൽ വന്ന ആ മൊമെന്റുകൾ അങ്ങനെ വരാറുണ്ടോ ശരിക്കും? അത് ഒരുപാട് സിനിമകളുണ്ട് അങ്ങനെ എൻജോയ് ചെയ്തിട്ടുള്ളത്. CID മൂസ എൻജോയ് ചെയ്തതാണ്. തിളക്കം
ഒരുപാട് പൊട്ടിച്ചിരിച്ച് ചെയ്തിട്ടുള്ളതാണ്. വെട്ടം ഒക്കെ കയ്യിൽ നിന്ന് പോയി ചിരിച്ച് അങ്ങനെയുള്ള അമ്മാതിരി ആൾക്കാരല്ലേ കൂടെ നിൽക്കുന്നത്. മേഘം, വെട്ടം, പിന്നെ അതൊക്കെ പ്രിയൻ സാർ പിന്നെ ചിരിയുടെ ഏറ്റവും വലിയൊരാളാണ്. പിന്നെ തമാശ, ഇപ്പോൾ ജോർജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിലും സാറ് ഒരു തമാശ പോലും വിടൂല. സാറിൻ്റെ അടുത്ത് പോയി എന്ത് കോമഡി വേണമെങ്കിലും പറയാമെന്ന് വെച്ചാൽ സാറ് ഭയങ്കരമായിട്ട് കോമഡി എൻജോയ് ചെയ്യുന്ന ആളാണ്. പിന്നെ അതുപോലെ മീശമാധവൻ ചെയ്യുമ്പോഴാണെങ്കിലും കുഞ്ഞിക്കൂനൻ ഒരുപാട് സെറ്റിൽ ചിരിപ്പിച്ചിട്ടുള്ള ആളാണ് കൂനൻ. അങ്ങനെ ഒട്ടുമിക്ക സിനിമകളും നമ്മൾ എൻജോയ് ചെയ്ത് തന്നെ ചെയ്തിട്ടുള്ളത്. ഈ തിളക്കം സിനിമ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, തിളക്കം സിനിമയിൽ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, ഇപ്പോഴും പലരും ആ സംഭവങ്ങളൊക്കെ അതൊരു അഴിഞ്ഞാട്ടമാണ് ശരിക്കും. ആ ക്യാരക്ടർ അത് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ സെറ്റിൽ അങ്ങനെ തന്നെ പെരുമാറി തുടങ്ങിയിരുന്നു. സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ നമ്മളും അക്കോർഡിംഗ് ബോൾഡ്. ഇപ്പം അതിൽ ഈ മുണ്ട് പറിക്കുക എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് കിട്ടിയത് നമ്മളായിട്ട് ഉണ്ടാക്കിയത്. ഇങ്ങനൊരു സാധനം അത് കിട്ടി. ആ സാധനം ലാലേട്ടൻ്റെ അപ്പയുണ്ട്, ഫാദർ. അപ്പം ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് എനിക്കത്. കാരണം എന്ന് വെച്ചാൽ മുണ്ട് പറിക്കണ പരിപാടി വെച്ചാൽ അപ്പച്ചൻ്റെ പരിപാടി എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്ന സമയത്ത് എടാ നിനക്ക് പറക്കണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറക്കാം, എങ്ങനെയാടാ നീ എടാ മറ്റേ സാധനം എടുത്തടാ എന്നൊക്കെ പറഞ്ഞിട്ട് പറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു കോലെടുത്തിട്ട് ഇങ്ങനെ കൈ പിടിക്കാൻ പറയും. എന്നിട്ട് ഈ കയ്യിൽ കോല് കെട്ടും. എന്നിട്ട് ഇങ്ങനെ നിന്നോട്ടാ, നിൽക്കണേ, കറക്റ്റായിട്ട് നിൽക്കണം. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും. ആദ്യം മുണ്ട് കുറച്ചുകൊണ്ട് ശരി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ എങ്ങടാ ഓടണ്ടെന്നുള്ളതാണ്. ഇതും വെച്ചോണ്ട് നേരെ ഒരു പെരക്കകത്ത് കയറാൻ പറ്റൂല. ആകെ ഇതും കൊണ്ട് പോയി നിലത്ത് കിടക്കുക, ചിലർ കുളത്തിച്ചാടുക. ആ സാധനമൊക്കെ നമ്മൾ വെളിച്ചപ്പാടിനെ കൊണ്ട് ഇല്ല ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓടി വെളിച്ചപ്പാട് മറ്റേ തെയ്യൊക്കെ കെട്ടി നിൽക്കുന്ന സമയത്തല്ലേ ഓടിക്കളിയൂലിയാണ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആ സിനിമയിൽ. അപ്പം ആ സാധനം കിട്ടിയത് ശരിക്കും ഈ അപ്പച്ചൻ്റെ സംഭവത്തിൽ നിന്നാണ് ഇതിൽ ആഡ് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പം അതിലൊക്കെ ഒരുപാട് ചിരിച്ചിരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്കുള്ളത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് സമാധാനമാണ് അയാൾ ഏറ്റവും ആഗ്രഹിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് സമാധാനം. അപ്പോൾ ക്രിയേറ്റീവ് സ്പേസിലാകുമ്പോൾ അത് അതിഭീകരമായിട്ട് വേണ്ട ഒരു സാധനം കൂടെയാണ്, ആവശ്യമാണ് നമ്മുടെ അത്യാവശ്യം. അപ്പം ഇപ്പോൾ ഉണ്ടായ കുറേ സംഭവങ്ങൾ കാരണം ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആണ്. പക്ഷേ ദിലീപേട്ടനെ കാണുമ്പോൾ അറിയാം, ദിലീപേട്ടൻ അതൊക്കെ തിരിച്ചു പിടിക്കുന്നുണ്ട്. ഓക്കെ, ആ ലെവലിലേക്ക് വരുന്നുണ്ട്, കുറേ പ്രതിസന്ധികൾ അതിജീവിക്കുന്നുണ്ട്. സോ അതെങ്ങനെയാണ് സ്വയം ഇപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ പടങ്ങൾ കണ്ടിട്ട് ഇതൊക്കെ ഞാനാണ് ചെയ്തത്, അതൊക്കെ റിയലൈസേഷനാണ്. സോ എങ്ങനെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ശരിക്കും മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ, അല്ലാണ്ട് ബന്ധ ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും പോകണം. അതെ. എന്തായിരിക്കും ആ ഒരു നമ്മളെ ഹാപ്പി ആക്കി വെക്കാനായിട്ട് നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ്? അല്ല, ഞാനിപ്പോൾ അങ്ങനെ നമുക്ക് ആർക്കും അറിയില്ല അടുത്ത നിമിഷത്തെക്കുറിച്ചൊന്നും, അല്ലേ? നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചിലർ കുഴഞ്ഞു വീണ് പോയും എന്ന് വെച്ചിട്ട് പോകുന്ന, അല്ലേ? ഒരുപാട് ഭാരപ്പെട്ടിട്ട് കാര്യമില്ല. വരണ പോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ടൊരിതാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നമ്മൾ സത്യത്തിന് നിരക്കാത്ത ഒരു കാര്യം ചെയ്യാത്ത ഒരാളാണ്, നമ്മൾ അതിൽ വിശ്വസിച്ച് പോകുന്ന ഒരാളാണ്. അതാണ് നമ്മുടെ വിശ്വാസം. പിന്നെ നമ്മുടെ സമയദോഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ചിലതൊക്കെ വന്ന നിലയിൽ നമ്മൾ ഫേസ് ചെയ്യുക, തരണം ചെയ്യാൻ ശ്രമിക്കുക, ഇതൊക്കെ അല്ലാണ്ട് എന്താ ചെയ്യുക? പിന്നെ ജാതകദോഷം എന്ന് പറഞ്ഞുള്ളത് ആരോപിതനായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഓരോ കാര്യങ്ങൾ മനസ്സാവച്ചറിയാത്ത കാര്യങ്ങൾക്ക് ഇത്ര വർഷമായിട്ട് ചില കാര്യങ്ങൾ പലതും വേറെ ഇതിൽ നിന്നൊക്കെ അറിയണത് എൻ്റെ കാര്യങ്ങൾ. അപ്പം അതൊക്കെ ഇങ്ങനെ എത്ര വർഷമായിട്ട് ഇതൊക്കെ ശീലങ്ങളായി മാറി. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? എന്താണല്ലോ പവിനെ പറ്റി നമ്മൾ പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞപ്പോഴും സംസാരിച്ചത് എൻ്റെ സിനിമയാണ്, എൻ്റെ ജോണറിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന സിനിമയാണെന്നാണ്. ആ കോൺഫിഡൻസ് തന്നെയാണ് ഒരു പക്ഷേ സിനിമയിലും കാണാൻ സാധിച്ചത്. ഈ സിനിമ എനിക്ക് പവിത്രനെ എന്തായാലും പ്രേക്ഷകർക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തിരിക്കണ അങ്ങനെ മോശം സിനിമയൊന്നുമല്ല. കാരണം ഈ സിനിമയ്ക്ക് ഈ സിനിമയുടേതായ ഒരു ഫീൽ ഗുഡ് മൂവി എന്നുള്ള രീതിയിൽ തന്നെ. പക്ഷേ ഇതിനകത്ത് എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു സിനിമ ഒത്തു കിട്ടാൻ വലിയ പാടാണ്. കോമഡിയുടെ തന്നെ പലതരത്തിലുള്ള കോമഡിയും ഫീലും
ഒരു നല്ല ലവ് സ്റ്റോറിയും അതിൽ സസ്പെൻസും അല്ലേ? പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്, അടിക്കടി, തമാശക്ക് തമാശ അല്ലേ? പിന്നെ കാണാത്ത 3-5 നായികമാർ, പിന്നെ രാധി ചേച്ചിയായിട്ടുള്ള നമ്മുടെ കോമ്പിനേഷൻ, ജോണി, ധർമ്മജൻ തുടങ്ങിയ ആൾക്കാരുടെ, ഷൈജു, അവരൊക്കെ ആയിട്ടുള്ള ഒരു രസകരമായൊരു ഫീല്. ഉറപ്പായിട്ട് അങ്ങനെ തന്നെയാണ്. എല്ലാം മാറ്റുന്നത് കൊണ്ട് പറയുകയാണ്, നല്ല നല്ല സിനിമകളുടെ ഭാഗമായിട്ട് ഇനിയും ദിലീപേട്ടനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവുക. താങ്ക് യു. ഉറപ്പായിട്ടും കാണാനും സംസാരിക്കാനും പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും കാണാം. താങ്ക് യു ഡിയർ. താങ്ക് യു.